യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന വരം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശ്വാസം വളരെയധികം ആവശ്യമാണ്. കേവലം ഒരു വിശ്വാസം മാത്രമല്ല നമുക്ക് വേണ്ടത്, വിശ്വാസം നമുക്ക് ഒരു വരമായി ലഭിക്കണമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതായത് ഏതൊരു പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്നതായ വിശ്വാസം. നമുക്കറിയാം, സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങളെ മറികടക്കുവാൻ കഴിയുന്നതായിട്ടുള്ള വിശ്വാസമല്ല. എന്നാൽ അത് സൂപ്പർ നാച്ചുറലി, അതായത് അസാധ്യമായ കാര്യങ്ങളെ മറികടക്കുവാൻ കഴിയുന്നതായ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം മാറുന്നതാണ് വിശ്വാസം വരമായി ലഭിക്കുന്നതായ അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ അത് എത്രത്തോളം കഠിനമാണെങ്കിലും, അതായത് നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ പിന്തുടരുന്നതിനോ, അതേപോലെ തന്നെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്നതായ വൈഷമ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കുമെന്നുള്ളത് ഒരു സാധാരണ നിലയിലുള്ള ഒരു വ്യക്തിക്ക് അതൊരു ഭീഷണിയായി നിൽക്കുമ്പോൾ, ആ ഭീഷണിയെ ഒട്ടും വകവയ്ക്കാതെ ഈ ഒരു സമയത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തൻ്റെ അത്ഭുതം ചെയ്യും എന്ന് ഒട്ടും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നതായ വ്യക്തികൾക്കാണ് ഈ വിശ്വാസമെന്ന വരം ലഭിച്ചതായിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അത് വളരെ ആവശ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞ അനേക കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറയുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കാട്ടത്തിയോട് അത് മാറി കടലിൽ നട്ടുപോക എന്ന് പറയുന്നതായ ആ വിശ്വാസം. അത് നമുക്ക് വരമായി ലഭിച്ചെങ്കിൽ മാത്രമേ അത് പറവാൻ സാധ്യമാവുകയുള്ളൂ. അതാണ് ഈ വിശ്വാസത്തിൻ്റെ വരമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ദിവസം മുതൽ ചിന്തിക്കാൻ പോകുന്നതായ മറ്റൊരു പ്രധാനപ്പെട്ട ആത്മാവിൻ്റെ വരമാണ് ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം, അതായത് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണത്. ഇന്നലെ നമ്മൾ വായിച്ചതായ 9-ാം വാക്യം കൂടി ചേർത്ത് തന്നെ ഞാൻ വായിക്കുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള ഒരു ചിന്തയാണ്. കാരണം രോഗശാന്തിയുടെ വരം ആഗ്രഹിക്കാത്തവരായി ആരുമില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനും പലപ്പോഴും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്, കർത്താവെ, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മേൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടാകണമേ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഈ വരം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരാൾ രോഗികളെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾ കണ്ടാൽ നമ്മൾ ചിന്തിക്കുന്നു, ഇത് അദ്ദേഹത്തിന് ഉള്ള ഒരു സിദ്ധിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗഖ്യം ലഭിക്കൂ എന്നുള്ള ഒരു തുടർമാനമായ വിശ്വാസം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആളുകൾ എപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ അവർ വളരെയധികം തന്നെ നിരാശപ്പെടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള ഈ രോഗശാന്തികളുടെ വരം എന്ന് പറയുന്നത്, ദൈവം അത് പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ആളുകളിലൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരാൾക്ക് വരം ലഭിച്ചു എന്നുള്ളത് ആ വ്യക്തി എപ്പോഴും പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും എന്നുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത് നമ്മളിന്ന് ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് അനേക ദൈവദാസന്മാർ അടുക്കിലേക്ക് പോകുന്നതിൻ്റെ ഈ കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടതായ ഈ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രോഗശാന്തികളുടെ വരം അത് എപ്പോഴും ഉള്ളതല്ല, മറിച്ച് ദൈവം ഇച്ഛിക്കുന്നതായ സാഹചര്യത്തിൽ പ്രത്യേക അവസരങ്ങളിൽ വെളിപ്പെടുന്ന ഒന്നാണ് ഈ രോഗശാന്തികളുടെ വരം എന്ന് പറയുന്നത്. ഇവിടെ രോഗശാന്തികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് എന്നുള്ളതാണ്. ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഒരു പ്രത്യേക രോഗത്തിൻ്റെതോ അല്ല, ഒരു പ്രത്യേക രോഗിയുടെ സൗഖ്യം എന്നുള്ള വിഷയത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള സകലവിധമായ രോഗാവസ്ഥകൾ അവയെ സൗഖ്യമാക്കുന്നതായ ശക്തിയാണ് ഇവിടെ ഈ രോഗശാന്തികളുടെ വരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ വിശ്വാസത്തിൻ്റെ വരവും
ഈ രോഗശാന്തിയുടെ ആ ഒരു ശക്തിയും ആ ഒരു വരവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയും ഇതുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, എന്തിനാണ് ദൈവം രോഗശാന്തികളുടെ വരം നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മൾ അടുത്ത ദിവസം പറയാൻ പോകുന്നതായ അത്ഭുതങ്ങളുടെ വരങ്ങൾ എന്നുള്ള വിഷയമായിട്ട് ഇത് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരോടുകൂടെ പ്രവർത്തിച്ചു എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോടുകൂടെ ഇരുന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് അത് സംബന്ധിച്ച് സംസാരിച്ചല്ലോ. എന്നിട്ട് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ഈ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് രോഗസൗഖ്യം വരുന്നുണ്ട്, അതിനകത്ത് മറ്റ് അത്ഭുതത്തിന്റെ പ്രവൃത്തികളുണ്ട്. ഇവയെല്ലാം തന്നെ ദൈവം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തൻ്റെ വചനത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. വചനത്തെ ഉറപ്പിക്കുക. അപ്പോൾ എന്തിനാണ് രോഗശാന്തി? എന്തിനാണ് അടയാളങ്ങൾ ദൈവം ചെയ്യുന്നത്? തൻ്റെ വചനത്തെ ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ. വെറുതെ ഒരാൾക്ക് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം. ആയതുപോലെ തന്നെ എബ്രായ ലേഖനം 2:3 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റൊഴിയും? ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം. നോക്കൂ, ഇതെല്ലാം ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം, അതായത് മനുഷ്യർ രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവരാജ്യം എന്നുള്ള ആ കാര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, അവയെല്ലാം തന്നെ ജനത്തിന് ബോധ്യപ്പെടാനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും സംഭവിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ ചോദ്യം ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഈ രോഗശാന്തിയുടെ വരം ഉപയോഗിക്കാൻ സാധിക്കുമോ? ഞാൻ നിങ്ങളോട് പറയുണ്ടായല്ലോ, ഈ രോഗശാന്തിയുടെ വരം എന്നുള്ളത് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒന്നല്ല. എപ്പോഴും അത് ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലും വിശ്വാസത്താലുമാണ് രോഗശാന്തികൾ സംഭവിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തൻ ദീനമായി കിടക്കുന്നുണ്ടെങ്കിൽ സഭയിലെ മൂപ്പനെ വരുത്തി അവന് എണ്ണ പൂശി പ്രാർത്ഥിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അതിനർത്ഥം പ്രാർത്ഥന വളരെ ആവശ്യമാണ്. നമുക്ക് യഥേഷ്ടം ഒരു ആളെ നമുക്ക് സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ ദീനമായി കിടക്കുന്നുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും എണ്ണ പൂശി പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ. രോഗശാന്തി വരപ്രാപ്തരായ, എപ്പോഴും ആ രോഗശാന്തി വരം അവരോടുകൂടെ നിൽക്കുന്നവരായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മൂപ്പന്മാരെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എണ്ണ പൂശേണ്ട വല്ല കാര്യമുണ്ടോ? ആദിമസഭയിലും ഈ രോഗശാന്തിയുടെ വരങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ആളുകൾ ക്ലെയിം ചെയ്യുന്ന പോലെ, അവകാശപ്പെടുന്നത് പോലെ, ഞാൻ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും എന്ന് പറയുന്ന ഒരു അപ്പോസ്തലന്മാരും ഒരു ദൈവദാസന്മാരും അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഉണ്ട് എന്നുള്ളത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷിച്ചേ കേൾക്കാവൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. കാരണം പലരും ഇത് ബിസിനസ്സായി കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും, ഞാൻ ഇന്നടത്ത് പ്രസംഗിച്ചാൽ അത്ഭുതം നടക്കും, അടയാളം പ്രവർത്തിക്കും, നിങ്ങൾ അങ്ങോട്ട് വാ എന്ന് ആളുകളെ വിളിക്കുമ്പോൾ അതൊരു ബിസിനസ് തന്ത്രമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അപ്രകാരം തന്നെ പറയുന്നത്? ഞാൻ ചിന്തിക്കുകയുണ്ടായി, തിമോഥെയോസിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. അവനോട് എന്താണ് അവൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് ഇങ്ങനെ തിമോഥെയോസിനോട് പറയുന്നു. നിങ്ങൾ ചിന്തിക്കുക, അയ്യോ തിമോഥെയോസേ, നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ വന്ന് കൈവച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കും എന്നാണോ പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ആ പൗലോസ് തന്നെയും തൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടെന്നുള്ളതും അത് നിമിത്തം താൻ വളരെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടും തനിക്ക് തന്നെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ കഴിയാത്തതായ
ഒരു അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസോട് പറയുന്നുണ്ട്. ഇവയിലെല്ലാം തന്നെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു രോഗശാന്തി ശുശ്രൂഷയ്ക്കായി നമ്മൾ ഒരുപെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവഹിതമുള്ള വിഷയത്തിൽ മാത്രമേ നമുക്കൊരു വ്യക്തിയെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തു തന്നെ അതേ ബഥാനിയിലെ ആ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് യേശുക്രിസ്തു ചെന്ന ഉടനെ പറയായിരുന്നോ, ലാസറേ പുറത്തു വരൂ എന്നുള്ളത്? അങ്ങനെയല്ല. യേശുക്രിസ്തു കല്ലറ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം യേശുവിന് പോലും ആ ലാസറിന്റെ മരണത്തിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലാണ് ഈ എപ്പിലെപ്സി ബാധിച്ച ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു എപ്പിലെപ്സി ബാധിച്ച ആ ഒരുവനെ സൗഖ്യമാക്കി എന്നുള്ളത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ യേശുക്രിസ്തു പറയുന്നത്. എന്താണ് ഇവിടെ ഉപവസിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം? നമുക്ക് കുറച്ച് നേരം ഫുഡ് മിസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല യേശു പറയുന്നത്. മറിച്ച് ഉപവാസത്തിലൂടെ നിങ്ങളെ തന്നെ ക്രമീകരിക്കുകയും, അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഏതൊരു കുടുംബത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുന്നത്, ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ക്രമീകരണങ്ങൾ, ആത്മീയ ക്രമീകരണങ്ങൾ ചെയ്യണം. ആ കുടുംബത്തെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്രായത്തിലുള്ള ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എൻ്റെ പിതാവിനോടുകൂടെ കർത്താവിൻ്റെ വേലയിലൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള അനേക ആത്മീയമായ പാഠങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, മരുന്നുകൾ ചെയ്തിട്ടും സൗഖ്യം പ്രാപിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, സഭ ഒന്നടങ്കം ആ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് ആ ഭവനത്തിൽ ചില ആത്മീയമായ ക്രമീകരണങ്ങളൊക്കെ വരുത്തി പ്രാർത്ഥിച്ച് ആ വ്യക്തി സൗഖ്യമാകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലാതെ ദൈവം ആർക്കും ഒരു ഓൾസെയിൽ പ്രൊഫറ്റായിട്ടോ ഒരു ഓൾസെയിൽ ഹീലറായിട്ടോ ദൈവം ആരെ നിയോഗിച്ചിട്ടില്ല. മറിച്ച് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അതേ ഒരു വാക്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ചതായ അതേ വേദഭാഗത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അല്ലാതെ ഞാനൊരു വ്യക്തിയോട് നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സൗഖ്യം പ്രാപിക്കും എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവിടെ എനിക്ക് ദൈവത്തിലുള്ള ആശ്രയത്വം, ദൈവത്തിൻ്റെ കൃപ, വിശ്വാസം വളരെ ആവശ്യമാണ്. ആ ഒരു വ്യക്തി സൗഖ്യം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതിനായിട്ടുള്ള ഒരുക്കവും ക്രമീകരണവും പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്നയാളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. രോഗശാന്തികളുടെ വരം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനിടയാക്കുന്നതിനായി നന്ദി പറയുന്നു. പക്ഷേ ഈ വരങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ ഉപദേശത്താലും ദൈവത്തിൻ്റെ ഗൈഡൻസിനാലും ആകണമെന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാക്കാനിടയായി തീർന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെല്ലാവരും ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ ആത്മീയമായ വിഷയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.